നമസ്കാരം, ഞാൻ മൃണാൽ. ഇന്നത്തെ ബ്ലോഗിൽ GST നമ്പറും കേരള ഗവൺമെന്റ് FSSAI സർട്ടിഫിക്കറ്റും ക്യാരി ബാഗിനെ കുറിച്ചുള്ള മുന്നറിയിപ്പും വിലവിവര പട്ടികയും പ്രദർശിപ്പിക്കുന്ന എന്നാൽ 45 രൂപയ്ക്ക് ചോറ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. ആരടാ ഇത്? ഇതാണ് കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട ഒഡേൻസ് എന്നും പറയും. ഇവിടുത്തെ നീറ്റ്നെസ് ആണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ടേബിളിൻ്റെ അടിയിൽ കാലില്ല. റെസ്റ്റോറൻറ്റ് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യത്തിനാണ്. ഇതുപോലെ ഒരുപാട് സൂത്രപ്പണികളുടെ ആശാൻ. എൻ്റെ പേര് പ്രേമരാജൻ. എത്ര കൊല്ലം ഈ പരിപാടി തുടങ്ങിയിട്ട്? നമ്മൾ തുടങ്ങിയിട്ട് 30 കൊല്ലമായി. നിങ്ങളായിട്ട് തുടങ്ങിയതാ? അല്ലല്ല, അച്ഛനായിട്ട് തുടങ്ങിയതാ. അച്ഛനായിട്ട് തുടങ്ങിയതാ? അച്ഛൻ്റെ പേര് ഉദയനൻ. ഓ, മൂപ്പര് പേരല്ലേ? അതിലൊന്നും വേറെ ഒന്നും ഇടൂല? ചോറല്ലേ? ഒരു 3-4 മണിക്കൂർ ഉപയോഗിക്കേണ്ടി വരില്ലേ? ഇതിലേതാ മീനിടാം? ഇതില് എല്ലാ മീനുകളും ചിലപ്പോൾ ഇന്ന് ഐഡിയ. ഒരു ദുരന്ത വാർത്തയുണ്ട്. ഇന്നിവിടെ സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല. പച്ചക്കറി ഒന്നുമില്ല. സാമ്പാർ ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിലാണ്. ആഴ്ചയിൽ 7 ദിവസം പിടിയുണ്ട്. അല്ല, 6 ദിവസം. ഞായറാഴ്ച ഇല്ല. ഈ റെസ്റ്റോറന്റ് രാവിലെ ഉച്ചക്കുമാണുള്ളത്. രാവിലെ പൊറോട്ട, അപ്പം, അതുപോലുള്ള സംഭവങ്ങൾ, ചായ, കാപ്പി, ചെറുപയർ കറി മുതൽ എല്ലാം ഉണ്ട്. ചിക്കനും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഉച്ചക്ക് ഊണ് മാത്രമേ ഉള്ളൂ. ഊണാണ് വളരെ ഫേമസ്. അത് തന്നെ ഒരു 11:30 സമയത്ത് വന്ന് കയറി കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് തുറക്കുന്നേ ഉണ്ടാവുള്ളൂ. ഒരു 11:45 ആകുമ്പോൾ ചോറ് വിളമ്പാൻ തുടങ്ങുമായിരിക്കും. അത് തീരുന്നവരേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 3 മണി ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ സാധനങ്ങളും സംഭവങ്ങളൊക്കെ. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐറ്റങ്ങളിലൊന്ന് ഈ കൂന്തൽ റോസ്റ്റാണ്. നമ്മുടെ ഊണിന്റെ കൂടെ കിട്ടും. ഇതൊരു നാടൻ റെസ്റ്റോറന്റ് ആണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് വലിയ വലിയ ഭയങ്കര ടേംസ് ആയ ഫ്യൂഷനോ മോളിക്കുലർ ഗാസ്ട്രോണമിയോ ഒന്നും അതിനെപ്പറ്റി ഒരു ബോധയിടുകയല്ല, അവർ ശ്രദ്ധിക്കുന്നുമില്ല. ഈ കൂന്തൽ റോസ്റ്റിൽ മാത്രം 5 സ്റ്റേജ് ഉണ്ട്. ആദ്യം മസാല ഇട്ട് വെക്കുന്നു, പിന്നെ അത് ഹോട്ട് പ്ലേറ്റിൽ എണ്ണയിലേക്ക് ഇടുന്നു, പിന്നെ മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എണ്ണയടക്കം മിക്സ് ചെയ്ത് മൂടി വെക്കുന്നു. അത് കഴിഞ്ഞ് അവർ ഒന്ന് പരത്തുന്നു. ആ മൂടി എടുത്ത് മാറ്റിയിട്ട് ആ ഹോട്ട് പ്ലേറ്റിൽ എണ്ണ അടക്കം മൊത്തം ഒന്ന് പരത്തിയിട്ട് അതിപ്പോൾ തിരിച്ചെടുത്ത സാധനം രണ്ടാമതും എണ്ണയിലേക്ക് ഹൈ ഹീറ്റിൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തിരിച്ചിട്ടു. ഇപ്പം ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്കാർ 30 വർഷത്തിലേറെയായിട്ട് ഇവിടെയുണ്ട്. അതിന് മുമ്പും വർഷങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവരുടെ കഴിഞ്ഞ തലമുറയുടെ കാലത്ത്. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജികൾ ഇന്നിപ്പോൾ ഡബിൾ ഫ്രൈയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ഷെഫുമാർ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഒക്കെ ഇടുന്ന സംഭവങ്ങൾ ഇവർ എത്രയോ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും 5 സ്റ്റേജാണ് ഇവരുടെ ഈ കൂന്തലിന്റെ മാത്രം കുക്കിംഗ്. ബാക്കിയുള്ള സംഭവങ്ങളുടെ കുക്കിംഗ് പുറകെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണലി ഇത്രയും കാലത്തെ ആ ഒരു എക്സ്പീരിയൻസും അതിൽ നിന്ന് ആർജിച്ച അറിവ്, ഊർജം എല്ലാം അവരിന്ന് മോഡേൺ ടെക്നോളജിയുടെ കൂടെ നമുക്ക് നല്ല ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ കുക്കിംഗ് ഫ്യൂല് മാറിയിട്ടുണ്ടാവും. പണ്ട് വിറകായിരിക്കും, ഇന്ന് ഗ്യാസാണ്. പണ്ട് ഇതുപോലുള്ള നല്ല ഹോട്ട് പ്ലേറ്റ്സ്, ഈവൺ ആയിട്ട് ഹീറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ഹോട്ട് പ്ലേറ്റ്സ് കിട്ടാനുണ്ടായിട്ടുണ്ടാവില്ല. ഇന്നത് കിട്ടാനുണ്ട്. ഗ്യാസിൽ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, നോബ്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം എല്ലാം ഉപയോഗിച്ച് അവർ ആ ഡിഷിനെ പിന്നെയും പെർഫെക്റ്റ് ചെയ്യുകയാണ്. ഇതാണ് പ്രോപ്പർ ട്രഡീഷനും മോഡേൺ ടെക്നോളജി, മോഡേൺ ടൈംസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബെറ്റർ പ്രൊഡക്റ്റ് തരുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ. അടുത്ത ചെമ്മീനാണ്. ഇത് കഴിഞ്ഞ് നത്തോലി, ആവോലി, അയക്കുറ, മത്തി, സകലമാന സാധനങ്ങളും വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യത്തിനെ കുറിച്ചാണ്. ഇവിടെ ഊണിന് 45 രൂപയാണ്. ഇവിടുത്തെ ഊണിൻ്റെ കൂടെ 3-4 കറികളും ഉപ്പേരിയും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ ഇവരുടെ സൈഡിലുള്ള സ്പെഷ്യൽസ് എല്ലാം 100 രൂപ, ആ 100 രൂപ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള റേഞ്ചിലാണ്. നമ്മൾ ഈ തട്ടുകടകൾ അതുപോലുള്ള ചെറിയ ചെറിയ കടകൾ എന്നുള്ള സംഭവങ്ങളിലേക്ക് ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും പോകുന്ന ഒരു ട്രെൻഡ് എല്ലാ സിറ്റീസിലും സംഭവങ്ങളിലും. ഞാൻ ചെറിയൊരു നാട്ടിൻപുറത്തു നിന്നാണ്. എൻ്റെ നാട്ടിൻപുറത്ത് പോലും ഇപ്പോൾ ഒരു തട്ടുകട വന്നിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് റെസ്റ്റോറൻറ്റുകളിൽ വലിയ വില ഈടാക്കുന്നു എന്നുള്ളതാണ്. എന്തൊരു മുടന്ത ന്യായമാണത്. അതുപോലുള്ള കടകളിൽ പോകുന്നത് എന്തൊരു മര്യാദ കുറവാണ്. ഇതുപോലെ ഇവിടുത്തെ പോലെ അധ്വാനിക്കുന്ന, കഷ്ടപ്പെട്ട് GSTയും എല്ലാം കൊടുത്ത് ഫുഡ് സേഫ്റ്റി, ഹൈജീനും എല്ലാം നോക്കി നല്ല സ്റ്റാഫിനെ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരോട് കാണിക്കുന്ന ഒരു ക്രൂരതയല്ലേ ഈ മോഡേൺ ന്യായം പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാത്തവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ അതിൻ്റെ അവരുടെ മക്കൾക്കും അടുത്ത തലമുറക്കും എല്ലാവർക്കും
അവൻ്റെ റെസ്റ്റോറൻറ്റ് എന്നുള്ള ഏത് ഭക്ഷണവും കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു ഫുഡ് ഗ്യാരണ്ടി എന്താണ് വേണ്ടത്? വൃത്തിയുടെയും അതുപോലെ നീറ്റ്നെസിൻ്റെ ഹൈജീൻ്റെ ഒക്കെ കാര്യത്തിൽ എന്താണ് വേണ്ടത്? അങ്ങനെയുള്ള സ്ഥലങ്ങൾ തേടി പിടിച്ച് ഭക്ഷണം കഴിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ തട്ടുകടകളെ ഒഴിവാക്കാൻ പറ്റും. തട്ടുകടകളെല്ലാം മോശമെന്ന് ജനറലൈസ് ചെയ്ത് പറയല്ല, പക്ഷെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പല തട്ടുകടകളും നമ്മൾ ചെന്ന് നോക്കിയാൽ അവിടെ ഇറച്ചി ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഇതെല്ലാം ഒരു 75% 80% കുക്ക് ചെയ്തിട്ടാണ് അവിടെ പൊതുവെ കാണുക. കപ്പ അടക്കം നമ്മൾ ആകെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് അവർ കുക്ക് ചെയ്യുന്നത് ചായ, കാപ്പി, കപ്പ, ദോശ, ഇത്രയും സാധനങ്ങളാണ്. വെള്ളയപ്പം, ചപ്പാത്തിയും പൊറോട്ടയും അടക്കം കുക്ക് ചെയ്ത രൂപത്തിൽ നമുക്ക് എടുത്തു തരികയാണ് സാധാരണ ചെയ്യുക. ഈ പകുതി കുക്ക് ചെയ്ത സാധനങ്ങൾ, ഇപ്പോൾ ചിക്കൻ ഫ്രൈ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറുത്ത കളറുള്ള എണ്ണയിലേക്ക് ഈ ചിക്കൻ എടുത്തങ്ങ് ഇടും. ഒരു 2 മിനിറ്റ് കൊണ്ട് അവർ തിരിച്ചെടുക്കും. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്ന പ്രോസസ്സാണ് പിന്നെ അവിടെ നടക്കുന്നത്. ബീഫ് ആയാലും കുക്ക് ചെയ്ത ബീഫ്, നമ്മൾ കപ്പ ബിരിയാണിയാണ് പറഞ്ഞെങ്കിൽ കുക്ക് ചെയ്ത ബീഫും കുറച്ച് കപ്പ എടുത്തിട്ട് എന്തിലോ ഇട്ടിട്ട് ഇവരിതിങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങ് നമുക്ക് തരികയും ചെയ്യാം. ഇവർ എവിടെയാണ് കുക്ക് ചെയ്യുന്നത്? ഈ കുക്ക് ചെയ്യുന്ന സ്ഥലം ആരെങ്കിലും മോണിറ്റർ ചെയ്യുന്നുണ്ടോ? ഈ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഫുഡ് ഹൈജീൻ സ്റ്റാൻഡേർഡ്സോ എന്തെങ്കിലും വൃത്തിയുടെ സംഭവങ്ങളോ ഇവർ പാലിക്കുന്നുണ്ടാവുമോ? അവിടെ നല്ല വെള്ളമായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മൾ കാണുന്നത് ആകെ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് മാത്രമല്ലേ. എന്നിട്ട് അവരെത്രയാണ് നമ്മളോട് കാശ് വാങ്ങുന്നത്? ഒരു ചെറിയ ദോശക്ക് 6 രൂപയും 8 രൂപയും ഒക്കെ അല്ലേ വാങ്ങുന്നത്. ഇത്രയൊക്കെ തന്നെയല്ലേ സാധാരണ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റിലും ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇതുപോലെ വളരെ ഭംഗിയായിട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന സ്ഥലങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് എന്തിനാണ് ഈ തട്ടുകടകളിലേക്ക് ഓടുന്നത്? ഈ തട്ടുകടകൾക്ക് ഒരു ലൈസൻസോ ഒന്നും ഇല്ല എന്നുള്ളതാണ് വേറൊരു കഷ്ടം പിടിച്ച കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള തട്ടുകടകളുടെ ഏരിയയിൽ പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഞാൻ പറയുമ്പോൾ എന്താണെന്ന് നെറ്റി വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ പലതും നമ്മൾ ലേറ്റ് നൈറ്റൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കിട്ടാതെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവും. ആ സിറ്റിയിൽ ലേറ്റ് നൈറ്റ് ആയിട്ട് എല്ലാ സിറ്റിയിലും ലേറ്റ് നൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 2-3 റെസ്റ്റോറൻറ്റ്സ് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പരിചയമില്ലാത്ത സ്ഥലമായിരിക്കും. അങ്ങനെ പല തട്ടുകടകളുടെ ഏരിയയിലും ചെന്ന് പെടുമ്പോൾ നമ്മൾ പലതും കാണാറുണ്ട് അല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് ചിലതൊക്കെ. നമുക്കിത് ആരോടെ പറയേണ്ടതെന്ന് അറിയില്ല, എന്താണെന്നറിയില്ല. ഇതിനൊക്കെ എന്തിനാണ് നമ്മൾ കൊടപിടിക്കുന്നത്? ഈ അധികാരികൾ ഇതിന് ലൈസൻസ് കൊടുക്കണം, അവരതിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറയുന്നതിന് പകരം അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മളായിട്ടങ്ങ് ഒഴിവാക്കിയാൽ പോരെ. അധികാരികൾ അവരുടെ ജോലി ചെയ്യണം എന്നുള്ളത് ശരി തന്നെ, പക്ഷെ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിന് ഉത്തരവാദിത്വം ഉണ്ട്. ഇവിടെ പലരും പറയുന്നത് കേട്ടു, ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയ GST കൊടുക്കണം. എത്രയാണ് GST? 45 രൂപയ്ക്ക് 2 രൂപയും ചില്ലറയാണ് GST, 5% GST. ഇനി ഈവൺ അത് അടക്കമാണ് 45 രൂപ. നമ്മൾ അതിന്റെ പുറമെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ എന്താണ് നമ്മുടെ പ്രശ്നം? ഇനി ചിലപ്പോൾ ഇതുപോലുള്ള വേറൊരു റെസ്റ്റോറൻറ്റ്, ഉത്തരവാദിത്തത്തോടെ നടത്തുന്ന വേറൊരു റെസ്റ്റോറൻറ്റ് ചിലപ്പോൾ 2 രൂപ GST വാങ്ങുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണോ നമ്മൾ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ ചായ്പിലും മോലപ്പുരയിലും തട്ടുകടയിലും ഉള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥലത്തേക്ക് ഓടുന്നത്? ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആയിട്ടും ഒരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടന്റ് ആയിട്ടും പല സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ ഷെയർ ചെയ്യുന്നൊരു വിഷമമാണിത്. നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നു, ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ സ്റ്റാഫ് മെനക്കെടുന്നു, എക്യുപ്മെൻസിലും ക്വാളിറ്റി കൺട്രോളിലും ഹൈജീനിലും ടെക്നോളജിയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ന്യായമായൊരു വില ഇട്ടിട്ട് കച്ചവടം ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ, ഒരു ഹൈജീനും നോക്കാതെ, ഒരു സ്റ്റാഫിൻ്റെ ക്വാളിറ്റി നോക്കാതെ പലരും പകുതി വിലയ്ക്കോ 60% വിലയ്ക്കോ സാധനങ്ങൾ വെക്കുന്നു. ഇൻഗ്രീഡിയൻസ് പോലും വാങ്ങിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്നാണ്. ഒരു ഉദാഹരണം പറയാം. 60 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് 70 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് റോഡ് സൈഡിൽ ഒമ്നി കാറുകളുടെയും പിന്നെ തട്ടുകടകളുടെയും പലരുടെയും സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ തരുന്ന ക്വാണ്ടിറ്റി, അവർ തരുന്ന പോലത്തെ ബിരിയാണി നമുക്ക് വീട്ടിൽ 60 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പോൾ അരിക്കും ചിക്കനും ഒക്കെ ഹോൾസെയിൽ മാർക്കറ്റിൽ 10% വില കുറവാന്ന് തന്നെ വെച്ചോ, വീട്ടിൽ മേടിക്കുന്നതിനെക്കാട്ടും. എന്നാലും നമുക്ക് ആ വിലക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ എങ്ങനെയാണ് അവർ 60 രൂപയ്ക്ക് വിറ്റ് മുതലാക്കുന്നത്? അവർക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പോലെ പിന്നെ അരിയുടെയും പച്ചക്കറിയും നെയ്യും ചിക്കനും മാത്രം ഉണ്ടായാൽ പോരല്ലോ. അവർക്ക് കുക്ക് ചെയ്യാൻ ആൾ വേണം, പിന്നെ കുക്കിംഗ് ഗ്യാസ്, നമ്മൾ വീട്ടിൽ അതിൻ്റെ ഒന്നും വില കൂട്ടുന്നില്ലല്ലോ. ഇതൊക്കെ വേണം. ഇവർക്കൊക്കെ കൂലി കൊടുക്കണം, ഓംനി വേണം, അതിൽ പെട്രോൾ അടിക്കണം, ഇത് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾ, എന്നിട്ടൊരു ലാഭം ഉണ്ടാവണം. ഇതൊക്കെ വേണ്ടേ? എന്നിട്ട് 60 രൂപയ്ക്ക് അവരെങ്ങനെയാണ് വിൽക്കുന്നുണ്ടാവുക? ഈയിടെ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച് പോയപ്പോൾ എനിക്കതിന് തെളിവുകൾ കൃത്യമായിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയാത്തത്. ഞാൻ കേട്ട കാര്യമാണ് പറയുന്നത്. ചിക്കനും ആടുമാടുകളും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പലതും ചത്തുപോകും അത്രേ. ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ കാണാൻ പറ്റില്ല.
അപ്പോൾ ഈ ചത്തുപോയ സാധനങ്ങൾ മാർക്കറ്റ് പ്രൈസിന്റെ 10%, 20% വാങ്ങിച്ചിട്ടാണ് അത്ര ഇവരിത് ചെയ്യുന്നത്. ഈ വില മാത്രം നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് വാങ്ങാൻ പറ്റുന്നത്? ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ഡെലിവറി ആപ്സ് ഇറങ്ങിയിട്ടുണ്ട്. അവർ ഇത്തിരി അൺബിലീവബിളി ലോ പ്രൈസിൽ ഇത് വിൽക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കൂടെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെന്ന്. വഴിയിൽ തട്ടുകടക്കാരൻ വൃത്തിയില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ആലോചിച്ചുകൂടെ ഇത് എവിടുന്ന കുക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്? ഇത് ആലോചിക്കാനുള്ള ബോധം നമുക്ക് വേണ്ടേ? 60 രൂപയ്ക്ക് വഴിയിൽ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ ഇത് ഇവൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇവന് ലാഭമില്ലാതെ ഇവനത് ചെയ്യുമോ? നമ്മളിത് ആലോചിക്കണ്ടേ? സോറി, ക്ഷമിക്കണം, ഞാനൊരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു അങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ പല സംഭവങ്ങളും വന്നു പോയി, അതൊന്നും നമ്മൾ പറഞ്ഞില്ല. എനിവേ, ഇവിടെ ഇലയിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഇലയാണ്. ഒരു ഇല വൃത്തിയാക്കി നമുക്ക് മുമ്പിൽ വെക്കാൻ തന്നെ 2-3 രൂപ വേണം. എന്നാലും അവരുടെ ആ കുഞ്ഞിക്കിണർ പോലത്തെ കയ്യില് കണ്ട, ആ കയ്യിൽ ഒരാളുടെ ചോറ് കൊള്ളും. സാമ്പാറിന് വരെയുള്ള പച്ചക്കറിയാണത്. അവൻ എൻ്റെ ശത്രുവാണ്. എനിക്ക് സാമ്പാറാണ് ഇഷ്ടം. ലോകത്തിൽ ഏറ്റവും നല്ല സാമ്പാർ എവിടെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ മീൻകറി കണ്ട, അതിൻ്റെ ഒരു കളർ കണ്ട, മഞ്ഞയല്ല ഓറഞ്ചും അല്ല, അതിൽ അയില കണ്ട, അതൊരു സൂപ്പർ സ്റ്റാറാണ്. ആ വെള്ള കളറ്. അച്ചാറും അല്ല പുളിയിഞ്ചല്ല, അവൻ അതിലത് ഉറ്റിച്ചു. ഇതാണ് കഞ്ഞിവെള്ളം. ചൂട് ഫ്രഷ് കഞ്ഞിവെള്ളം കുടിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്നും പറയാനില്ല. ഈ റോസ്റ്റിന്റെ ഒരു പ്രത്യേകതയാണല്ലോ, അതിങ്ങനെ കുറച്ച് മസാലയോട് കൂടി എടുത്തിട്ട് ചൂട് ചോറില് വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്യാം. വലിയ ഷെഫുമാരുടെ ഒന്നും സഹായം ഇല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്ന കൂന്തല് കണ്ടാ. സാമ്പാർ കിട്ടാത്തതിലുള്ള ദേഷ്യമുണ്ട്, അതുകൊണ്ട് പച്ചക്കറിയുടെ വിരോധമുണ്ട്. എന്നാലും സാധനത്തിന് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാമ്പാർ ഇന്ന് കിട്ടാതായപ്പോഴാണ് ഞാൻ മീൻകറീനെ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ തക്കാളിയും കൂടി എടുത്ത് വെച്ചിട്ടേ, ഇടയ്ക്ക് തൈരൊന്ന് തൊട്ട് നക്കണം. ഓ, അച്ചാറ്. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അനുസരണയില്ലാത്ത മീൻ. അയക്കൂറയാണ്. അവൻ്റെ അഹങ്കാരം കണ്ട പറഞ്ഞു പോരുന്നില്ല എന്ന്. മീനിന്റെ മുമ്പിൽ ഞാൻ തോക്കാണ്. പിന്നെ നടന്നത് തന്നെ അവന് ഇന്ന്. ഇത് മുരുമുരോന്നിരിക്കുന്ന സാധനമാണേ. നമ്മൾ വെള്ളച്ചോറ് അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി, ഇല്ലേ ഫ്ലേവർ മിക്സ് ആയി പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈ മുട്ട പൊരിക്കുമ്പോൾ ഒരു മാദക ഗന്ധമുണ്ട്. അത് അനുഭവിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്ന് അവനൊരു പിടിക്കണം. ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ശരീരത്തിന് നല്ലതല്ല, എനിക്കറിയാം. ഇതിൻ്റെ അടിയിൽ ചോദിച്ചുകൊണ്ട് വരരുത് കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ. പ്ലീസ്, നിങ്ങളും മനസ്സിലാക്കണം. അലിയുന്ന മനസ്സാ, ഐസ് റൂട്ട് പോലത്തെ മനസ്സാ. ഇങ്ങനത്തെ ചോറും ഇങ്ങനത്തെ മീൻകറി ഇതൊക്കെ ഉണ്ടാക്കി വെച്ച മനുഷ്യ പിന്നെ എന്താ ചെയ്യുക? തട്ടുകട, ഒലപ്പര, ചായ്പ മുതലായ സ്ഥലങ്ങളിൽ ടേസ്റ്റ് ഇല്ലേ, വില കുറവല്ലേ, അതുകൊണ്ട് ബില്ല് വേണ്ട എന്ന് പറയുന്നവരെ ഒന്ന് കാണും. ആ ചിരി കണ്ട, ആ ബില്ല് കണ്ട. ഞാനാണോ അല്ലെങ്കിൽ ഇവിടെയോ? അല്ല, നിങ്ങളെത്രല്ലേ? ഞാൻ എൻ്റെ ഓർമ്മവശാലും ഇവിടെ എൻ്റെ മാമൻ്റെ ഷോപ്പ്. അപ്പൊ ഇനിയിപ്പോ എത്ര വയസ്സായിട്ട് കഴിയേണ്ടി വരും? അതൊക്കെ പറയണ്ട. ബാക്കിയതാ. ഓക്കെ.